ഹായ് കിഡീസ് മലയാളം വേൾഡ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ എത്ര വരെ വ്യഞ്ജനാക്ഷരങ്ങൾ പഠിച്ചു? ഓരോ ക്ലാസ്സിലും നമുക്കൊന്ന് റീഡ് ചെയ്യാം. ശ്രദ്ധിച്ചു നോക്കിയേ. ഖ ഖ ഘ ഘ ങ ച ച ജ ഇജ ഞ ട ഢ ഢ ഇഢ ണ ത ധ ധ ധ ന പ ഫ ഭ ഭ മ യ ര ല. ഇതുവരെയല്ലേ കൂട്ടുകാർ പഠിച്ചേ? ലാസ്റ്റ് ക്ലാസ്സിൽ ഏതാ പഠിച്ച വ്യഞ്ജനാക്ഷരം? ല. കൂട്ടുകാരൊക്കെ പഠിച്ചു എന്ന് വിചാരിക്കുന്നു. ഇന്ന് പഠിക്കുന്ന വ്യഞ്ജനാക്ഷരം വ. ഏതാ പഠിക്കുന്നേ? വ. ഒന്ന് പറഞ്ഞാട്ടെ. വ. വ എങ്ങനെ എഴുതുന്നെന്ന് നമുക്ക് നോക്കാം. ആദ്യം എങ്ങനെ എഴുതണം? നമ്മൾ റാ പഠിച്ചില്ലേ? എങ്ങനെ എഴുതി റാ? മുകളിൽ നിന്ന് താഴ്ന്നു തുടങ്ങി ഇങ്ങനെ മുകളിലോട്ട് റാ. എങ്ങനെ എഴുതി? താഴ്ന്നു തുടങ്ങി കറങ്ങി മുകളിലോട്ട് വീണ്ടും താഴത്തോട്ട്. ഏതോ റാ. എന്നിട്ട് എന്തോ ചെയ്യണം? റാ ഇന്ന് നമുക്കിതാ ഇവിടുന്ന് ചെറിയൊരു വര വരച്ചു കൊടുക്കാം. ചെറിയൊരു വര, സ്ലീപ്പിംഗ് ലൈൻ. എന്നിട്ട് അതെന്തോ ചെയ്യണം? ഇവിടുന്ന് എന്ത് ചെയ്തു? ചെറിയൊരു ലൈൻ, സ്ലീപ്പിംഗ് ലൈൻ. എന്നിട്ട് എന്ത് ചെയ്തു? മുകളിലേക്ക് സ്റ്റാൻഡിംഗ് ലൈൻ വരച്ചു കൊടുത്തു. മുകളിലേക്ക് സ്റ്റാൻഡിംഗ് ലൈൻ. വ്യഞ്ജനാക്ഷരം വ. എളുപ്പമല്ലേ? ആദ്യം എന്തോ എഴുതി നമ്മള്? റാ എഴുതി. ആദ്യം എന്തോ എഴുതി? റാ. റാ എങ്ങനെ എഴുതി? താഴെന്ന് തുടങ്ങി കറങ്ങി അത് വീണ്ടും താഴത്തോട്ട്, മുകളിലെത്തി വീണ്ടും താഴത്തോട്ട്. എന്നിട്ട് എന്തോ ചെയ്തു? ഒരു ചെറിയ വര, സ്ലീപ്പിംഗ് ലൈൻ. എന്നിട്ട് എന്തോ ചെയ്തു? സ്ലീപ്പിംഗ് ലൈനിന് വീണ്ടും നമ്മള് സ്റ്റാൻഡിംഗ് ലൈൻ വരച്ചു അല്ലേ? സ്ലീപ്പിംഗ് ലൈനോട് ചേർന്ന് മുകളിലോട്ട് സ്റ്റാൻഡിംഗ് ലൈൻ. വ്യഞ്ജനാക്ഷരം വ. മനസ്സിലാവുന്നുണ്ടോ? ആദ്യം എങ്ങനെ എഴുതി? നമ്മൾ റാ എഴുതി, ഇങ്ങനെ എഴുതി റാ. എന്നിട്ട് എന്തോ ചെയ്തു? റായിന്ന് നമ്മള് താഴ്ന്നിതാ ഒരു ചെറിയ സ്ലീപ്പിംഗ് ലൈൻ കൊടുത്തു അല്ലേ? ചെറിയ ഇതിനോട് ചേർന്ന് വേണം സ്ലീപ്പിംഗ് ലൈൻ. എന്നിട്ട് എന്തോ ചെയ്തു? സ്ലീപ്പിംഗ് ലൈൻ വീണ്ടും മുകളിലോട്ട് സ്റ്റാൻഡിംഗ് ലൈൻ എഴുതി അല്ലേ? എന്തോ എഴുതി? മുകളിലോട്ട് സ്റ്റാൻഡിംഗ് ലൈൻ. എന്തോ ആയി? വ്യഞ്ജനാക്ഷരം വ. മനസ്സിലായോ എഴുതാൻ? ആദ്യം നമ്മളൊരു റാ എഴുതി, എന്നിട്ട് അതിന് ചെറിയൊരു വര കൊടുത്തു, സ്ലീപ്പിംഗ് ലൈൻ. എന്നിട്ട് ആ സ്ലീപ്പിംഗ് ലൈന് വീണ്ടും മുകളിലോട്ട് സ്റ്റാൻഡിംഗ് ലൈൻ കൊടുത്തു. വ്യഞ്ജനാക്ഷരം വ. കൈ എടുക്കാതെ എങ്ങനെ എഴുതാ? പെൻസിൽ എടുക്കാതെ ഇങ്ങനെ വന്ന് ചെറിയൊരു വര മുകളിലോട്ട്. ഏതോ ആയി? വ്യഞ്ജനാക്ഷരം വ. എഴുതാൻ പറ്റുന്നുണ്ടോ? മനസ്സിലായോ എഴുതാൻ വേണ്ടിയിട്ട്? ഓക്കെ. ഏതായിരുന്നു പഠിച്ചത്? വ്യഞ്ജനാക്ഷരം വ. എങ്ങനെ എഴുതി നമ്മള്? ആദ്യം ഒരു റാ, എന്നിട്ട് അതിന് താഴത്തോട്ട് ഒരു ചെറിയ സ്ലീപ്പിംഗ് ലൈൻ. എന്നിട്ട് ആ സ്ലീപ്പിംഗ് ലൈൻ എന്ത് ചെയ്തു? മുകളിലോട്ട് നമ്മള് സ്റ്റാൻഡിംഗ് ലൈൻ ഇട്ട് കൊടുത്തു അല്ലേ? എന്തോ ആയി? വ്യഞ്ജനാക്ഷരം വ. മനസ്സിലായോ എഴുതാൻ വേണ്ടിയിട്ട്? വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത ക്ലാസ്സിൽ അടുത്ത അക്ഷരം പഠിക്കാം. ബൈ.